ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് വലിയ ആഘോഷങ്ങൾക്കുള്ള ഒരു മുന്നൊരുക്കം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അനിൽ ആന്റണി 24-നോടൊപ്പം ചേരുകയാണ്. എങ്ങനെ വിലയിരുത്തുന്നു ബീഹാറിലെ? സർപ്രൈസിംഗ് ആയിട്ടുള്ളതൊന്നുമല്ല. കാര്യം ഈ തെരഞ്ഞെടുപ്പും ബി.ജെ.പി. NDA സഖ്യം 5 പ്രധാനപ്പെട്ട പാർട്ടികളുള്ള ഒരു സഖ്യമായിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളൊരു വിഷയം തന്നെയാണ് നമ്മൾ ബീഹാറിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ, അതുപോലെ ബീഹാറിൽ ശ്രീ നിതീഷ് കുമാർജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരും ഇത് തന്നെയാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ബീഹാറിൽ ഒരുപാട് വികസനം കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് മഹിളാ സുരക്ഷ, അതുപോലെ ലോ ആൻഡ് ഓർഡർ, അപ്പം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബീഹാറിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മുന്നിൽ ഇതുവരെ കാണാത്ത രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. 20 വർഷം മുമ്പൊക്കെ കോടതി വരെ ജംഗൽ രാജ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം സുരക്ഷയൊക്കെ ഒരു നോർമലൈസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും അടുത്തൊരു 5 വർഷവും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് ബീഹാറിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അതായത് 240 ഏകദേശം 195 സീറ്റിൽ നിന്ന് ഇപ്പോൾ NDA ലീഡ് ചെയ്യുകയാണ്. ഇനിയും 6-7 റൗണ്ട് കൗണ്ടിങ് ബാക്കിയുണ്ട്. അതായത് ഇനിയും നമ്മുടെ പ്രതീക്ഷ 200 ക്രോസ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം ഡൽഹി ആയാലും മഹാരാഷ്ട്ര ആയാലും ഹരിയാന ആയാലും ഇവിടെ എല്ലാം നമ്മൾ കണ്ടത് ഒരു കാര്യം, ബി.ജെ.പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളാണ് ഇവിടെ എല്ലാം ലഭിച്ചത്. ഇവിടെയും NDAയുടെ ഏറ്റവും വലിയ വിജയം. ബി.ജെ.പിയും കണ്ടസ്റ്റ് ചെയ്ത 101 സീറ്റിൽ ഏകദേശം 80 സീറ്റിൽ വിജയിക്കുകയാണ്. ഇതിനേക്കാളും വലിയൊരു വിജയം ഇത്തവണ ബീഹാറിൽ ഉണ്ടാവുമെന്നാണോ കരുതുന്നത്? ഏകദേശം 12% വോട്ട് ശതമാനം വ്യത്യാസമുണ്ട് നമ്മളും മറ്റു മുന്നണിയുമായിട്ട്. അതായത് വലിയൊരു വിജയം തന്നെയാണ്. പക്ഷേ പ്രതീക്ഷിച്ചതിനപ്പുറമൊന്നും പറയാൻ സാധിക്കില്ല. കാര്യം ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഈ തെരഞ്ഞെടുപ്പിന് പോയപ്പോഴും 243 എല്ലാ സീറ്റിലും വിജയ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ പോയത്. അതിൽ ഏകദേശം 80% സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഇൻഫറൻസ്, അതായത് ഈ തെരഞ്ഞെടുപ്പിലും ഇപ്പം RJDയുടെ പാർട്ടിയുടെ പ്രകടനം തന്നെ വളരെ മോശമാണ്. അപ്പോൾ കോൺഗ്രസിന് സിംഗിൾ ഡിജിറ്റാണ്. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണെന്ന് ബീഹാറിലും നടന്നിരിക്കുന്നത്. മഹാസഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ ഈ സഖ്യത്തിനുള്ളിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് അവരെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ? ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് അല്ലേ. ഇപ്പോൾ ഡൽഹിയിലായാലും മഹാരാഷ്ട്രയിലായാലും ഹരിയാനയിലായാലും ഒരുവിധം എല്ലായിടത്തും നമ്മൾ കാണുന്നത് കോൺഗ്രസ് പാർട്ടി ഇന്ന് ജനങ്ങൾ അവരെ തിരസ്കരിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യവും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അവർ ഇപ്പം ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും ഇലക്ടറൽ റൂളിനെ കുറിച്ചും SIRനെ കുറിച്ചും വോട്ട് ചോരിയും എല്ലാം ജനങ്ങൾ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചു. അതായത് കോൺഗ്രസിന്റെ 75 വർഷത്തിൽ കൂടുതലുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഈ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവിടുത്തെ ബീഹാറിലെ ജനങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് ഇവർ പറയുന്നത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കാര്യം ജനങ്ങൾക്കിന്ന് വേണ്ടത് വികസനമാണ്. അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഇപ്പം അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് വേണം, തൊഴിലവസരങ്ങൾ വേണം. ഇപ്പം ശ്രീ തേജസ്വി യാദവ് അദ്ദേഹം ബീഹാറിലെ ജനങ്ങൾക്ക് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. അതായത് അദ്ദേഹം തിരിച്ചു വന്നാൽ എല്ലാ വീട്ടിലും ഒരു ഗവൺമെന്റ് ജോലി കൊടുക്കുമെന്നുള്ളത്. പക്ഷേ ഇത് 50 വർഷമായിട്ട് ഇവരെല്ലാം ഉണ്ടായിട്ടും എല്ലാ വീട്ടിലും പോയിട്ട് എല്ലാ ഗ്രാമത്തിലും പോലും അവർക്ക് തൊഴിലുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അത് കാരണം തന്നെയാണ് ഇന്ന് ശ്രീ തേജസ്വി യാദവ് തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇപ്പോൾ ട്രെയിൽ ചെയ്യുകയാണ്. കാര്യം ഇന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു മുന്നണിയും പാർട്ടിയും ബി.ജെ.പിയും NDAയും ആണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട്. ജനങ്ങൾ ബി.ജെ.പിക്ക് ഒപ്പമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 2024 ഇന്ത്യയുടെ ചരിത്രത്തിലെ 2ാമത്തെ പ്രാവശ്യമാണ് ഒരു മുന്നണി 3ാമത്തെ പ്രാവശ്യം തിരിച്ചു വന്നത്. അത് കഴിഞ്ഞ് 30-ൽ 21 സംസ്ഥാനങ്ങൾ NDA ഭരിക്കുന്നു. ഇതിനെല്ലാം കാരണം ജനങ്ങൾക്ക് നമ്മളോട് പൂർണ്ണ വിശ്വാസമുണ്ട്, മോദിജിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. തീർച്ചയായും വിസൂചിപ്പിച്ചതുപോലെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി.ജെ.പിക്ക് ബീഹാറിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൽ ജനങ്ങൾ വലിയ സന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ജനങ്ങൾ ബീഹാറിൽ ഉൾപ്പെടെ ഇങ്ങനെ പാർട്ടിക്കൊപ്പം നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്.